പെൺകുട്ടി ട്രീറ്റ്മെന്റ് സംബന്ധമായി ഫെയിലിയറായി മരിച്ചിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത്. മുമ്പ് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കത്തില്ലായിരുന്നു. സർജറി ഈ ഡോക്ടറല്ല ചെയ്തത്, പഠിക്കുന്ന 2 പിള്ളേരെ കൊണ്ടാണ് സർജറി നടത്തിയത്. കൊല്ലത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം. തന്റെ പിതാവിന് ഈ ആശുപത്രിയിൽ നടത്തിയ സർജറി പരാജയപ്പെട്ടെന്നും അതിലൂടെ അദ്ദേഹത്തിന് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ആരോപിച്ചാണ് യുവാവ് രംഗത്ത് വന്നത്. കൊല്ലം ചാത്തന്നൂർ സ്വദേശിയായ ഹഫീസ് എന്ന 60-കാരനാണ് സർജറിക്ക് വിധേയനായത്. ഇദ്ദേഹത്തിന്റെ മകൻ ഷാഫിയാണിപ്പോൾ കൊട്ടാരക്കര മീഡിയയിലൂടെ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത്. കൊല്ലം മേവറത്ത് പ്രവർത്തിച്ചു വരുന്ന അഷ്ടമുടി കോപ്പറേറ്റീവ് എന്ന ആശുപത്രിയിൽ എന്റെ ഫാദറിന്റെ കൈ കൺസൾട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ജേക്കബ് ജോൺ അദ്ദേഹത്തിനെയാണ് കൺസൾട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലാണത്. അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു സർജറി വേണമെന്ന് പറയുകയും ഞങ്ങൾ അതിന് വില്ലിംഗ് ആവുകയും ഏപ്രിൽ 25-ാം തീയതി സർജറി നടത്താൻ തീരുമാനിക്കുകയും അന്ന് രാവിലെ എന്നെ അഡ്മിറ്റ് ആവുകയും ചെയ്തായിരുന്നു. ഈ സർജറി നടന്നതിന്റെ അന്ന് സർജറി ചെയ്യുന്നതിന് മുമ്പ് ഫാദറിന് യാതൊരു ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ സർജറി നടത്തി. എന്റെ ഫാദർ 2 മേജർ അറ്റാക്ക് കഴിഞ്ഞ വ്യക്തിയാണ്, ഹൈ ഡയബറ്റിക് പേഷ്യന്റ് കൂടാണ്. ഈ ഫാദറിന് യാതൊരു ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും നടത്താതെ സർജറി നടത്തിയ ശേഷം മുറിവ് ഉണങ്ങാൻ വേണ്ടി യാതൊരു മെഡിസിൻസോ കാര്യങ്ങളോ ആന്റിബയോട്ടിക്സോ ഒന്നും നൽകിയില്ല. അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ ഡിസ്ചാർജ് ചെയ്തതിന്റെ അന്ന് രാത്രി ഡിസ്ചാർജ് ചെയ്തതിന് മുന്നേ ഞങ്ങൾക്ക് ആകെ തന്നിട്ടുള്ള മെഡിസിൻ എന്ന് പറഞ്ഞാൽ 500 mg പാരസിറ്റാമോൾ മാത്രമാണ് നൽകിയത്. ഈ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് പാരസിറ്റാമോൾ കഴിച്ചാൽ മതി, വേറെ ആന്റിബയോട്ടിക്സോ മരുന്നൊന്നും നൽകിയില്ല. അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി അന്ന് രാത്രി നല്ല വേദന അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോവുകയും അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുകയും അവിടുന്ന് ആന്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ നൽകി. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തു വരികയാണ്. മറ്റ് പ്രൈവറ്റ് ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് നടന്നു വരികയാണ്. അപ്പോൾ ഈ സമയങ്ങളിലാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് അതായത് സർജറി ഫെയിലിയർ ആണെന്ന് അറിയുന്നത് തന്നെ. അപ്പോൾ പേഷ്യന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സർജറി നടത്തിയ ഡോക്ടർ ജേക്കബ് ജോൺ അല്ല, 2 ലേഡി ഡോക്ടേഴ്സ് ആണ് എന്ന് പറയുകയും അത് ഞങ്ങൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് ചോദിക്കുകയും അവർ സമ്മതിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കൊല്ലം കമ്മീഷണർ ഓഫീസിലും കൊട്ടിയം പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റ് നൽകുകയും പോലീസ് ഈ സർജറി നടത്തിയ ഡോക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ പരിശോധിക്കുകയും ഈ സർജറി കണ്ടക്ട് ചെയ്ത ഒരു ഡോക്ടർക്ക് രജിസ്ട്രേഷൻ നമ്പർ ഇല്ല, ഇവർ MBBS മാത്രമേ ഉള്ളെന്ന് അവരുടെ അന്വേഷണത്തിൽ വ്യക്തമാവുകയും ഞങ്ങളോട് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നീടാണ് ഞങ്ങൾ ഈ ആശുപത്രിയെ കുറിച്ച് അന്വേഷിക്കുന്നത് അറിയുന്നതും മുമ്പും ഇതുപോലെ സമാനമായ കേസ് സംഭവിച്ചിട്ടുണ്ടെന്നും ഒരു പെൺകുട്ടി ട്രീറ്റ്മെന്റ് സംബന്ധമായി ഫെയിലിയറായി മരിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത്. ഈ ആശുപത്രി കൊല്ലം തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ്. അപ്പോൾ നമ്മളെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പഞ്ചായത്തിന്റെ യാതൊരു അനുമതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പ്രവർത്തിച്ചു വരുന്ന ആശുപത്രിയാണ്. അപ്പോൾ നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഞ്ചായത്തിൽ ഓൾറെഡി ഇൻഫോം ചെയ്തായിരുന്നു ഇതുപോലെ അനധികൃതമായിട്ട് ആശുപത്രി പ്രവർത്തിച്ചു വരുന്നതായിട്ട്. പഞ്ചായത്തിൽ നിന്ന് ഇതുവരെ ഈ ആശുപത്രിക്ക് ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. സർജറി ചെയ്ത ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മുമ്പും സമാനമായ ഇൻസിഡൻസ് ഒരുപാട് ഈ ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ടെന്നും പല മീഡിയാസും 2 വർഷം മുന്നേയൊക്കെ ഇതേ പല മെഡിക്കൽ നെഗ്ലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും മുമ്പ് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കത്തില്ലായിരുന്നു. അതുപോലെ അനന്തരമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയാണ്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മളിലുണ്ട്. നമ്മൾ പഞ്ചായത്തിൽ അത് സംബന്ധിച്ച് ഒരു സ്റ്റോപ്പ് നോട്ടീസ് നൽകുകയും പഞ്ചായത്തിൽ ഇതുവരെ യാതൊരു നടപടിയും ഈ ഹോസ്പിറ്റലിനെതിരെ എടുത്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വേറെ 3 അല്ലെന്നുണ്ടെങ്കിൽ 4 സ്റ്റിച്ചിൽ തീർക്കേണ്ട സർജറിയാണ്. മാക്സിമം 20 to 30 മിനിറ്റ്സിൽ ചെയ്തു തീർക്കേണ്ട സർജറി 1 മണിക്കൂറും 10 മിനിറ്റും എടുത്ത് കൈ ഫുൾ എക്സ്പോസ് ചെയ്ത് 16ഓളം സ്റ്റിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതാണ് കൈ ഇപ്പോൾ ഫാദറിന് മടക്കാനോ കൈ കൊണ്ടൊന്നും ഒരു ജോലി ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥയാണ്.